ഒരിക്കൽ കൂടി ഭാഗം 83. ആ യാത്രയിലാണ് അവളുടെ ജീവിതം തന്നെ മാറിയത്. അവളുടെ മാത്രമല്ല, എൻ്റെയും ജീവിതം മാറ്റിയത്. സൂരജ് സത്യമൂർത്തി അവനില്ലാതായ അവൾ എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരില്ലേ? അപ്പോൾ ഇനി ആ വഴിക്ക് ഞാൻ കാര്യങ്ങൾ നോക്കിയാലോ? അഭിറാമിൻ്റെ ആ സംസാരം കേട്ട് നവ്യ നടുങ്ങി. കാരണം അവൾക്ക് സൂരജ് സത്യമൂർത്തിയെ വേണമായിരുന്നു. അവൻ്റെ പ്രശസ്തിയും പണവും പദവിയും എല്ലാം അവൾക്ക് ആവശ്യമായിരുന്നു. അവനെ സ്വന്തമാക്കാൻ ദേവയാനിയെ കൊല്ലാൻ വരെ അവൾ പദ്ധതികൾ മെനഞ്ഞിരുന്നു. അപ്പോഴാണ് റാം സൂരജിനെ കൊല്ലാനെന്ന കാര്യം പറയുന്നത്. അത് നവ്യയ്ക്ക് കേട്ടു നിൽക്കാൻ തോന്നിയില്ല. റാം, നീ ഇപ്പോൾ ഒന്ന് വിശ്രമിക്ക്. നിന്റെ മൈൻഡെല്ലാം ആകെ കലങ്ങിയിരിക്കുകയാണ്. നീ കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കാം എന്ന് പറഞ്ഞ് നവ്യ അവൻ്റെ കയ്യിൽ പിടിച്ചു. റാം നവ്യ പിടിച്ച കയ്യിലേക്ക് നോക്കി, പിന്നെ അവളുടെ മുഖത്തേക്കും. ഞാൻ നിന്നെ അടുത്ത റൂമിലേക്ക് കൊണ്ടുപോകാം. ഇവിടെ ബെഡൊന്നുമില്ലല്ലോ, അവൾ പറഞ്ഞു. എന്തിന്? ഒരു ബെഡിലും എനിക്ക് ഇത്രയും നന്നായിട്ട് ഉറക്കാൻ പറ്റില്ല. ദാ ആ കസേരയിൽ അവിടെ ഇരുന്ന് ആ സ്ക്രീനിലേക്ക് നോക്കി അവളെ കണ്ടുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോവും. എൻ്റെ മനസ്സും വളരെ ശാന്തമാകും. അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിക്കോളാം. നീ പൊയ്ക്കോ, ഞാനെന്തായാലും ഇപ്പോൾ അങ്ങോട്ടേക്കില്ല, റാം പറഞ്ഞു. ഇല്ല, ഞാനെന്തായാലും ഇപ്പോൾ പോകുന്നില്ല. ഞാൻ വേറൊരു കാര്യം അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വേഗം ഇങ്ങോട്ട് വന്നത്, നവ്യ പറഞ്ഞു. എന്ത്? അത് നിന്റെ സഹോദരി പറഞ്ഞറിഞ്ഞത്. ദേവയാനിയുടെ അമ്മയുടെ അച്ഛനും അമ്മയും എല്ലാം വരുന്നുണ്ടെന്ന്. അവർ കുറച്ചാളുകൾ ദേവയെയും കുഞ്ഞിനെയും സൂരജിനെയും മറ്റും കാണാൻ വേണ്ടി വരികയാണ്. അവർ വന്ന കാര്യം കഴിഞ്ഞ ദിവസമാണ് അവർ അറിഞ്ഞത്. അങ്ങോട്ട് അവരെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നതാണെന്ന് ഞാൻ അറിഞ്ഞത്, നവ്യ പറഞ്ഞു. ആര്? ദേവയുടെ അമ്മാച്ചനും അമ്മമ്മയോ? അതെ. അവരെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വരുന്നത്? അവർ വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്ലാനിങ് ഒന്നും നടക്കില്ല, അഭിറാം പറഞ്ഞു. എന്താ കാര്യം? ഈ കാര്യം മനസ്സിലാവുന്ന രീതി പറ റാം. അത് വേറെ ഒന്നുമല്ല. ഈ ദേവയുടെ അമ്മാച്ചന് എന്നെ അത്ര ഇഷ്ടമല്ല. ഞാനും അവളുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ച സമയത്ത് എതിര് നിന്നത് അയാളാണ്. അയാൾക്ക് എന്താണെന്നറിയില്ല, എന്നെ കാണുമ്പോൾ വല്ലാത്ത ദേഷ്യമാണ്. അയാളൊരു അധ്യാപകനായിരുന്നു. പക്ഷേ എന്താണ് അയാളുടെ പ്രശ്നമെന്നൊന്നും എനിക്കറിയില്ല. അന്ന് വിവാഹം ഉറപ്പിച്ച സമയത്ത് അയാൾ പറഞ്ഞു, ഇപ്പം അതിനെപ്പറ്റി ആലോചിക്കേണ്ട, പിന്നീട് ആലോചിക്കാമെന്നൊക്കെ. പിന്നെ ദേവയോടും സംസാരിച്ചു, ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചു. അവൾ ഇഷ്ടമാണെന്നോ ഇഷ്ടമല്ല എന്നോ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ വിവാഹം നമുക്ക് പിന്നീട് ആലോചിക്കാമെന്ന് പറഞ്ഞു അയാൾ നീട്ടിവെക്കാൻ ശ്രമിച്ചതല്ല, നീട്ടിവെച്ചു. അതിനുശേഷവും അയാൾ ദേവയുടെ അച്ഛനോട് പ്രഷർ ചെയ്തിരുന്നു, ഈ വിവാഹം വേണ്ട, അവൾക്ക് നല്ലൊരാളെ വേറെ കിട്ടും. അതിന് അയാൾ കാരണം പറഞ്ഞത് എന്താണെന്നറിയോ? ഞാനൊരു നടനാണെന്ന്, എനിക്ക് പല പെണ്ണുങ്ങളുമായി ബന്ധമുണ്ടാവുമെന്ന്. അങ്ങനെ എന്തൊക്കെയോ ഇയാൾ പറഞ്ഞുവെന്ന് ഞാൻ എൻ്റെ സഹോദരി പറഞ്ഞ് അറിഞ്ഞിരുന്നു. പിന്നെ ഞാനത് വിട്ടു. അതിനിടയ്ക്ക് പിന്നെ ദേവയെ കാണാതായപ്പോഴും ഞാൻ ആദ്യം അന്വേഷണം നടത്തിയത് ഇയാളുടെ ആ വീട്ടിലേക്കായിരുന്നു. അവിടെ ദേവ എത്തുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആളുകളെ ആ വീടിന് ചുറ്റും ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇയാളും ഇയാളുടെ ആളുകളും കൂടി ചേർന്ന് എൻ്റെ ആളുകളെ ഒരു ദിവസം പിടിച്ചു. അവരെ വല്ലാതെ ഉപദ്രവിച്ചു. തീരെ നിവർത്തിയില്ലാതെ വന്നപ്പോൾ അവന്മാർ കാര്യം പറഞ്ഞു. അയാൾ അപ്പോൾ തന്നെ എന്നെ ഫോണിൽ വിളിച്ചു, എന്നോട് കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ദേവയെ അന്വേഷിക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്ക് അവൾ അവിടെ എത്തും എന്ന് സംശയമുണ്ടെന്ന്. അപ്പോൾ അയാൾ ചോദിച്ചത്, അവളിവിടെ വന്നാൽ നിനക്കെന്താന്നാ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞ് വഴക്കായി. അവൾ തിരിച്ചു വന്നാൽ കൂടി ഒരിക്കലും എനിക്ക് അവളെ വിവാഹം കഴിച്ചു തരില്ല എന്നൊക്കെ പറഞ്ഞു. ആ ദേഷ്യത്തിന് ഞാനും എൻ്റെ വായി തോന്നിയത് വീണ്ടും പറഞ്ഞു. പിന്നീട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് പോലും എന്തിനാണെന്നറിയില്ല. ഇവിടെ എന്നെ കണ്ടാൽ അയാൾക്ക് സംശയം തോന്നും. നീ സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഊഹിച്ചു നീ എന്തൊക്കെയായിരിക്കും അയാളോട് പറഞ്ഞിരിക്കുന്നതെന്ന്. എന്തായാലും അയാൾ വരുന്നത് വരെ നീ അങ്ങോട്ട് വരണ്ട എന്നാ, ഇവിടെ തന്നെ നിന്നോ, നവ്യ പറഞ്ഞു. അത് പറ്റില്ല, ഞാൻ വരും. അവൾ എൻ്റെ മുന്നിൽ തന്നെ വേണം. അടുത്തില്ലെങ്കിലും എനിക്ക് കാണാൻ പറ്റും അവളെ. എങ്ങനെ? നവ്യ ചോദിച്ചു. എല്ലാ ദിവസവും ഞാൻ അവളെ കണ്ടിട്ടല്ലേ കിടക്കുന്നത്. അവൾ എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പ് ആ ബാൽക്കണിയിൽ വരും, എനിക്ക് കാണാൻ എന്നതുപോലെ. എന്നിട്ട് അവൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് കാണാം. പക്ഷേ അതിനിടയ്ക്ക് അവളോട് ചേർന്ന് നിൽക്കാനായി അവൻ വരും. അതാണ് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്. അതിനായിരിക്കും ഹിഡൻ ക്യാമറ അവരുടെ റൂമിലെത്തിച്ചതല്ലേ?
നീ എന്താ ഉദ്ദേശിച്ചത്? നീ എന്ത് കാണാൻ ആഗ്രഹിച്ചത്? നവ്യ ചോദിച്ചു. അത് കേട്ടതും റാം അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഞാൻ എന്തെങ്കിലും ചെയ്യും. നീ ആരാ അതൊക്കെ ചോദ്യം ചെയ്യാൻ? ഞാൻ എന്തു ചെയ്താലും ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട. അതെനിക്ക് ഇഷ്ടമല്ല, റാം പറഞ്ഞു. അവൻ ആ കസേരയിൽ പോയിരുന്നു. അത് കണ്ടതും നവ്യയ്ക്ക് ദേഷ്യം വന്നു. അവൾ വീണ്ടും ആ ശില്പത്തിലേക്ക് നോക്കി. പിന്നെ വെട്ടിത്തിരിഞ്ഞ് ആ റൂമിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോയി. അവൾ ചെല്ലുമ്പോൾ പുറത്ത് അഭിറാമിൻ്റെ ഗാർഡ് ഉണ്ടായിരുന്നു. മാഡം, സാറ് ഓക്കെ ആണോ? അയാൾ ചോദിച്ചു. നിന്റെ സാറ് ഓക്കെ ആകില്ല. ആകണമെങ്കിൽ അവളില്ലേ, ആ ദേവയാനി, അവളിവിടെ വരണം. അവൾ വന്നാൽ മാത്രമേ നിന്റെ സാറ് ഓക്കെ ആകൂ, നവ്യ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് പോയി. രാത്രിയായതും ദേവയുടെ വീട്ടിലെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. എന്നാലും ഈ വരുന്ന ഈ പ്രായമുള്ള ആളുകളെയും അവരുടെ കുറച്ച് ബന്ധുക്കളെയും സ്വീകരിക്കാൻ ഇത്ര ഒരുക്കം വേണോ? സാക്ഷി ചോദിച്ചു. അറിയില്ല, പക്ഷേ ഒരു കാര്യം മനസ്സിലായി. ഈ വരുന്ന ഈ മുത്തച്ഛനെയും മുത്തശ്ശിയെയും, അല്ല എന്താ അമ്മാച്ചനെയും അമ്മാമ്മയെയും, അവരെ വല്ലാത്ത പേടിയാണ് ഇവിടെയുള്ളവർക്കെന്ന് എനിക്ക് തോന്നുന്നു. പേടി മാത്രമല്ല, ബഹുമാനവും ഉണ്ടെന്ന് തോന്നുന്നു, രോഹിത് പറഞ്ഞു. ദേ, ഞാനൊരു കാര്യം പറയാം സാക്ഷി. അവർ വരുമ്പോൾ നിൻ്റെ ഈ വായിലെ നാക്ക് ഒന്ന് അടച്ചു വെച്ചിരിക്കണം. വെറുതെ ഇഷ്ടപ്പെടാത്തതൊന്നും പറയരുത്. പിന്നെ ഇറച്ചിയും മീനും എല്ലാം കഴിക്കുമെന്നുള്ള കാര്യവും പറയരുത്, സൂരജ് സാക്ഷിയോട് പറഞ്ഞു. ഞാൻ പറയില്ല, പക്ഷേ ഇവർ പോകുമ്പോൾ നമ്മളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞില്ലേ, അതിൽ നിന്നും എന്നെ ഒഴിവാക്കിക്കോ. കാരണം എനിക്ക് 2 ദിവസമൊക്കെ ഞാൻ പിടിച്ചു നിൽക്കും. അല്ലാതെ കുറേ ദിവസമൊന്നും എനിക്ക് നോൺ വെജ് ഇല്ലാതെ പറ്റില്ല. അതുകൊണ്ട് ഏട്ടനും ഏട്ടത്തിയും ദേ ബാക്കിയുള്ളവരും കൂടി പോയാൽ മതി. ഞാൻ ദേ ഇവിടെ നിന്നോളാം. എൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യമോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇവിടെ ഊട്ടുപുരയിൽ എന്നും ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. ഹോട്ടലിലേക്കാണെങ്കിലും അവരുടെ ഓർഡർ അനുസരിച്ചാണെങ്കിലും ഞാൻ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ കഴിച്ചിങ്ങനെ നിന്നോളാം. എനിക്കിപ്പോൾ ഇവിടെ പരിചയമായില്ലേ, എന്നോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അതുകൊണ്ട് പോകുന്ന ആൾക്കാരൊക്കെ പൊക്കോ, സാക്ഷി പറഞ്ഞു. ആ, ഞാനും ഇല്ല കേട്ടോ. അത് കേട്ട് രോഹനും പറഞ്ഞു. ഓ, ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു നീ എന്താ പറയാത്തേന്ന്. സൂരജ്, ഇവള് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. നീയും ദേവയും കുഞ്ഞും മാത്രം പോയാൽ പോരെ, ഞങ്ങൾ വരേണ്ട ആവശ്യമുണ്ടോ? രോഹിത് ചോദിച്ചു. എടാ, എനിക്കും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ഒരു കേസുമായിട്ട് ഞാൻ ഇവിടെ അന്വേഷണത്തിലാണെന്ന്. ഞാൻ ഇവിടെ നിന്ന് പെട്ടെന്ന് മാറിയാൽ അത് ശരിയാകില്ല. അതുകൊണ്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഒഴിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അവൻ പറഞ്ഞു. അത് നല്ല തീരുമാനമായിരിക്കും. അവരിവിടെ വന്ന് 2-3 ദിവസം നിന്നിട്ട് പൊയ്ക്കോട്ടെ. അത്രയും ദൂരം അവരുടെ ഒപ്പം പോയി നിൽക്കാനൊന്നും നമുക്ക് പറ്റില്ല. പിന്നെ ദേവയെയും കണ്ണനെയും മാത്രം വിടേണ്ടി വരും, രോഹിത് പറഞ്ഞു. അവൻ പറഞ്ഞതും സൂരജ് അവനെ നോക്കി. എന്താ? അവളും കൊച്ചും പോയി 2-3 ദിവസം നിൽക്കട്ടെ. അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ വേണമെങ്കിൽ കുറച്ചാൾ കഴിയുമ്പോൾ ഒന്ന് പൊക്കോളാം അങ്ങോട്ട്. ഇപ്പോൾ എന്തായാലും അവളെയും കൊച്ചിനെയും മാത്രമായിട്ട് വിടാൻ പറ്റില്ല, സൂരജ് പറഞ്ഞു. എന്തുകൊണ്ട് പറ്റില്ല? അവളും കുഞ്ഞും പോയിന്ന് വെച്ച് നിനക്കെന്താ കുഴപ്പം? രോഹിത് ചോദിച്ചു. അത് പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്ക് കണ്ണനെ കാണാതിരിക്കാൻ പറ്റില്ല, സൂരജ് പറഞ്ഞു. കണ്ണനെ കാണാതിരിക്കാൻ പറ്റില്ല? കണ്ണനെയാണോ കണ്ണൻ്റെ അമ്മയാണോ നിനക്ക് കാണാതിരിക്കാൻ പറ്റാത്തത്? രോഹിത് ചോദിച്ചതും അവിടെ ഇരുന്ന എല്ലാവരും അവനെ കളിയാക്കാൻ തുടങ്ങി. അതെ, എനിക്ക് എൻ്റെ ഭാര്യയെ തന്നെയാണ് കാണാതിരിക്കാൻ പറ്റാത്തത്. നിനക്കൊക്കെ എന്താ? ഞാൻ എന്തായാലും അവളെയും കുഞ്ഞിനെയും മാത്രമായിട്ട് വിടില്ല. ഞങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ പൊയ്ക്കോളാം, ഒന്ന് ഫ്രീ ആവട്ടെ. സൂരജ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ദേവയുടെ അച്ഛനും സൂരജിൻ്റെ അച്ഛനും അമ്മയും എല്ലാം വരുന്നത്. എന്താണ് ഇവിടെ ചർച്ച? സൂരജിൻ്റെ അച്ഛൻ ചോദിച്ചു. അത് പിന്നെ അവർ ഉടുപ്പിക്ക് പോകുമ്പോൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞില്ലേ, അതിനെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. സൂരജിന് പെട്ടെന്ന് പോകാൻ പറ്റില്ല എന്ന്, അവനിവിടെ എന്തൊക്കെയോ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടെന്ന് രോഹിത് പറഞ്ഞു. അത് തന്നെയാണ് മക്കളെ ഞങ്ങളും പറയാൻ വന്നത്. ഇപ്പോൾ ആവശ്യത്തിലധികം ഓർഡറുകളുണ്ട്. ഞാനിവിടെ ഇല്ലെങ്കിൽ ശരിയാവില്ല. ജിത്തു മാത്രമായാലും പറ്റില്ല. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് ഒഴിയണം, ദേവയുടെ അച്ഛനും പറഞ്ഞു. അങ്കിൾ പറഞ്ഞു നോക്ക്, കാര്യം നടക്കും, രോഹിത് പറഞ്ഞു. നടക്കും. ആളെ നിങ്ങൾക്ക് അറിയില്ല, ഭയങ്കര വാശിക്കാരനാ. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും. അതിനപ്പുറത്തേക്ക് ഒന്നിനെപ്പറ്റി പുള്ളി ചിന്തിക്കില്ല. ഈ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ എനിക്ക് പേടിയാ, ദേവയുടെ അച്ഛൻ പറഞ്ഞു. ആഹാ, അപ്പോൾ വരുന്ന ആളൊരു പുലിയാണല്ലേ? എന്തായാലും നോക്കാം, നാളെ എത്തില്ലേ, രോഹിത് പറഞ്ഞു. എനിക്കിതേ ഇവരുടെ കാര്യം ഓർക്കുമ്പോഴാണ് സങ്കടം, സൂരജിൻ്റെ അച്ഛൻ പറഞ്ഞു. എന്തു സങ്കടം? ഞങ്ങൾക്കെന്താ കുഴപ്പം? സാക്ഷി ചോദിച്ചു. അല്ല,
നിങ്ങൾ കുറച്ച് ദിവസം വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കേണ്ടി വരുമല്ലോ. ഒരു നേരം മാത്രം വെജിറ്റേറിയൻ, അടുത്ത നേരം വെജിറ്റേറിയനായിട്ട് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ മുഖം മാറുന്ന ആൾക്കാരാ ഈ കുറച്ച് ദിവസം വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിച്ച് നിൽക്കാൻ പോകുന്നത്. എനിക്കതൊന്ന് കാണണം, സൂരജിൻ്റെ അച്ഛൻ പറഞ്ഞു. അയ്യോ, ഈ പറയുന്ന ആളോ? ഓണത്തിന് ഈ കഴിഞ്ഞ ഓണത്തിന് തന്നെ ഒരു നേരം പപ്പടം പഴം പായസം കൂട്ടിക്കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും അയ്യോ മോളെ നമുക്ക് വെജിറ്റേറിയൻ വേണ്ട കേട്ടോ, നമുക്കേ നോൺ വെജ് വേണം എന്ന് പറഞ്ഞ ആളാണ് ഈ പറയുന്നത്. സാക്ഷി കളിയാക്കി. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. എടോ, നിങ്ങൾ വിഷമിക്കേണ്ട, അവർ കാണാതിരുന്നാൽ മതി. നിങ്ങൾ ഊട്ടുപുരയിലേക്ക് പൊയ്ക്കോളൂ, അവിടെ എല്ലാം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവിടെ നിന്ന് കഴിക്കാമല്ലോ. അല്ലെങ്കിൽ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് പൊയ്ക്കോളൂ, അവിടെ ഇരുന്നാണെങ്കിലും കഴിക്കാമല്ലോ, ദേവയുടെ അച്ഛൻ പറഞ്ഞു. അതൊന്നും വേണ്ടടോ, 2-3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അയ്യോ അങ്കിളെ, ചതിക്കല്ലേ, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് കഴിച്ചോളാം. അങ്കിൾ എന്തായാലും കുറച്ച് ദിവസം വെജിറ്റേറിയൻ എടുക്ക്, ഒന്നുമില്ലെങ്കിലും ആരോഗ്യത്തിന് നല്ലതാ, രോഹിത് പറഞ്ഞ് കളിയാക്കി. അത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് ജിത്തുവും ജിത്തുവിൻ്റെ ഭാര്യയും വരുന്നത്. എടാ ജിത്തു, ഇവിടെ നോൺ വെജ് കയറ്റാൻ പറ്റില്ല, അവിടെയോ? അയ്യോ, അവിടെയും കയറ്റാൻ പറ്റില്ല മോനെ. അമ്മമ്മ ഇടയ്ക്ക് മിന്നൽ സന്ദർശനം നടത്തും, അപ്പോഴെങ്ങാനും ആ കിച്ചണിൽ നോൺ വെജ് എന്തെങ്കിലും ഇരിക്കുന്ന കണ്ടാ തീർന്നു. അതുകൊണ്ട് ചതിക്കല്ലേ, നമുക്കേ പുറത്തുപോയി കഴിക്കാടോ, ജിത്തു എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ കുറച്ചു നേരം കൂടി എല്ലാവരും സംസാരിച്ച് ഭക്ഷണം കഴിച്ച് കിടക്കാനായി പോയി. ദേവ റൂമിൽ ചെല്ലുമ്പോൾ സൂരജ് അവിടെയുണ്ട്. ഇന്നും കണ്ണൻ അമ്മമ്മയുടെ ഒപ്പം തന്നെയാണ് കിടക്കുന്നത്. സൂരജ് എന്തോ ആലോചിച്ചിരിക്കുന്നത് കണ്ടതും ദേവ അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താ സൂരജേട്ടാ ആലോചിക്കുന്നേ? അവൾ ചോദിച്ചു. ഒന്നുമില്ലടോ, തൻ്റെ അമ്മമ്മയെയും അച്ചച്ചനെയും പറ്റി ഒന്ന് ആലോചിച്ചതാ, സൂരജ് പറഞ്ഞു. എന്താലോചിച്ച്? എന്തിനാ എല്ലാവരും ഇത്രയും അദ്ദേഹത്തെ പേടിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്, സൂരജ് പറഞ്ഞു. അയ്യോ സൂരജേട്ടാ, ഇതങ്ങനെ പേടിയൊന്നുമല്ല, ഒരു ബഹുമാനമാണ്. പിന്നെ ആള് ഭക്ഷണ കാര്യത്തിലൊക്കെ ഇത്തിരി സ്ട്രിക്റ്റാണ്. നോൺ വെജ് കയറ്റാൻ പാടില്ല, കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ. പിന്നെ ചേച്ചിയെ അത്ര മനസ്സിലായി ദേവ, അവൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് സൂരജ് പറഞ്ഞു. ദേവ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ അറിഞ്ഞു എല്ലാം, ജിത്തു എന്നോട് പറഞ്ഞു. സൂരജേട്ടാ, അത് ഞാൻ പറയാതിരുന്നത്. അത് സാരാക്കണ്ട, താൻ തൻ്റെ സ്വന്തം ചേച്ചിയെപ്പോലെ കാണുന്നെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ തനിക്ക് അറിയാൻ പാടില്ലേ? ഇനി അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലടോ. നമ്മൾ അർഹിക്കുന്നവർക്ക് മാത്രമേ ബഹുമാനം കൊടുക്കാൻ പാടുള്ളൂ, അത് താൻ മനസ്സിൽ വയ്ക്കണം കേട്ടോ. താനിങ്ങ് വാ എന്ന് പറഞ്ഞ് സൂരജ് അവളുടെ കയ്യിൽ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തി. ഇവിടെ എല്ലാവരും തൻ്റെ അച്ഛനെ പേടിയാണല്ലോ, തനിക്ക് പേടിയില്ലേ? സൂരജ് ചോദിച്ചു. ഇല്ല, എനിക്ക് പേടിയില്ല. എന്നോട് ഒന്ന് ദേഷ്യത്തിൽ ഇതുവരെ അമ്മമ്മയോ അമ്മാച്ചനോ സംസാരിച്ചിട്ടില്ല. എന്നെ ഒരുപാട് ഇഷ്ടമാണ്. ആ വീട്ടിൽ ഒരേ ഒരു പെൺകുട്ടി ഞാനാണ്. ചേച്ചിയായിരുന്നു. അതെങ്ങനെയാ ദേവ ശരിയാവുന്നത്? നന്ദ എങ്ങനെയാ തൻ്റെ... അറിയാം സൂരജേട്ടാ, അങ്ങനെയാണ് എല്ലാവരും കരുതിയിരുന്നത്. ചേച്ചിയും ആ വിശ്വാസത്തിലായിരുന്നല്ലോ. പെട്ടെന്നല്ലേ എൻ്റെ എൻട്രി. ഞാൻ ജനിച്ച പിന്നെ ചേച്ചിക്ക് ആ സ്ഥാനം പോയി തുടങ്ങിയെന്ന് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ചേച്ചിക്ക് എന്നോട് ഇത്രയും ദേഷ്യവും, ദേവ വിഷമത്തോടെ പറഞ്ഞു. താൻ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. ഞാനിപ്പോൾ ആകെ ത്രില്ലടിച്ചിരിക്കുകയാണ് തൻ്റെ അമ്മാച്ചനെയും അമ്മമ്മയെയും കാണാൻ, സൂരജ് പറഞ്ഞു. എനിക്ക് വേറൊരു ടെൻഷനും കൂടി ഉണ്ട് സൂരജേട്ടാ, ദേവ പറഞ്ഞു. എന്താ? അത് പിന്നെ അമ്മാച്ചന് റാമിനെ ഒട്ടും ഇഷ്ടമല്ല. അതെന്താ? പെട്ടെന്ന് അത് കേട്ടതും സൂരജ് ബെഡിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് ചോദിച്ചു. അത് റാം അന്ന് എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞില്ലേ, അന്ന് അമ്മാച്ചനാണ് എതിർത്തത്. അമ്മാച്ചന് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നോടും കുറേ സംസാരിച്ചു അമ്മാച്ചൻ വന്ന്. ഇത് വേണ്ട, നമുക്ക് ഇതിൽ നല്ലത് കിട്ടും, പിന്നെ അവനൊരു നടനാണ്, അവന് പല ബന്ധങ്ങളും ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞു. ചിലപ്പോൾ അതായിരിക്കും കേട്ടോ റാമിനോട് ഇഷ്ടമല്ലാത്തത്, ദേവ പറഞ്ഞു. മുത്തശ്ശൻ്റെ കണ്ണിലെ 2 കരടുകളാണ് ദേവനന്ദയും പിന്നെ ഈ പറയുന്ന റാമും. നന്ദേച്ചിയെയും ഒട്ടും ഇഷ്ടമല്ല. നന്ദേച്ചി ഇവിടെ വളർത്തുന്നത് തന്നെ വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു. വന്നാലും ഒന്നും സംസാരിക്കൊന്നുമില്ല. ഇനിയും അങ്ങനെ തന്നെ കാണിക്കുമോ? അതാ എനിക്ക് ചെറിയൊരു വിഷമം, ദേവ പറഞ്ഞു. എന്നാൽ സൂരജിൻ്റെ മനസ്സിൽ മുഴുവനും അമ്മാച്ചൻ എന്തുകൊണ്ടായിരിക്കും റാമിനെ ഇഷ്ടമില്ലാത്തത് എന്നാലോചിക്കുകയായിരുന്നു. അപ്പോഴാണ് സൂരജിൻ്റെ ഫോൺ റിങ് ചെയ്തത്. അവൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ജിത്തു ആയിരുന്നു. അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു. എന്താടാ, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? എടാ, ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. എടാ റാം ഇവിടെ ഇല്ല.
ആ നവ്യ അവളിവിടെ ഉണ്ട്. റാം എപ്പോഴാണ് പുറത്തേക്ക് പോയെന്ന് ആരും കണ്ടിട്ടില്ല. പക്ഷെ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു അടുത്തെന്തോ പദ്ധതി ഒപ്പിക്കാൻ പോയിരിക്കാൻ തോന്നുന്നു. ഞാൻ അനുപമയോട് ചോദിച്ചു. അവൾ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. അവളോടും പോകുന്ന കാര്യമൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ച് പറഞ്ഞത്. ഒന്ന് അന്വേഷിക്കണോടാ അവൻ എവിടെയാണെന്ന്. അടുത്ത പണി എന്തെങ്കിലും ഒപ്പിക്കാൻ വേണ്ടി പോയിരിക്കുകയായിരിക്കോ? ജിത്തു ചോദിച്ചു. ഇല്ലടാ, ഞാൻ നോക്കിക്കോളാം, ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് സൂരജ് ഫോൺ വെച്ചു. എന്താ എന്താ സൂരജ് ചേട്ടാ? ദേവ ചോദിച്ചു. ഒന്നുമില്ല, ജിത്തുവാ വിളിച്ചത്. അഭിറാം പുറത്ത് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ലാന്ന്. എപ്പോഴാ പോയേ, എങ്ങോട്ടാ പോയെന്ന് ആരോടും പറഞ്ഞിട്ടില്ലാന്ന്. പക്ഷേ നവ്യ അവിടെയുണ്ട്. അപ്പോൾ ഒരുപാട് ദൂരമൊന്നും പോയിട്ടുണ്ടാവില്ല, ഇവിടെ തന്നെ ഉണ്ടാകും, സൂരജ് പറഞ്ഞു. അത് സൂരജ് ചേട്ടാ, ചിലപ്പോൾ റാമിൻ്റെ ടൗണിലുള്ള വീട്ടിലുണ്ടാകും, ദേവ പറഞ്ഞു. റാമിന് ടൗണിൽ വീടുണ്ടോ? സൂരജ് ചോദിച്ചു. ഉണ്ട്, എന്നോട് ഒരിക്കൽ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ വീടുണ്ടെന്ന്. പക്ഷേ ഞങ്ങളാരും കണ്ടിട്ടില്ല. ജിത്തുവേട്ടനെ അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഏട്ടത്തിക്കും നവിക്കൊക്കെ അറിയാമായിരിക്കും, അവൾ പറഞ്ഞു. ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിക്കാം, സൂരജ് പറഞ്ഞു. അതെ, സംസാരിച്ച് സമയം കളയണ്ട, മോളിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് സൂരജ് അവളുടെ കയ്യിൽ പിടിച്ചു. എന്താ സാറിൻ്റെ ഉദ്ദേശം? അവൾ ചോദിച്ചു. എൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഇതുവരെ മനസ്സിലായില്ലേ നിനക്ക് എന്ന് പറഞ്ഞ് അവൻ അവളെ പിടിച്ച് വലിച്ച് ബെഡിൽ കിടത്തി. അവളുടെ മുകളിലായി കിടന്നു. സൂരജേട്ടാ, നല്ല ക്ഷീണമുണ്ട്, അവൾ പറഞ്ഞു. ക്ഷീണമുണ്ടോ? ക്ഷീണം മാറ്റിത്തരട്ടെ? ഇത് ക്ഷീണം മാറ്റുകയല്ലല്ലോ, ക്ഷീണം വീണ്ടും കൂട്ടുകയല്ലേ. ആര് പറഞ്ഞു? നമ്മുടെ മനസ്സും ശരീരവും ഏറ്റവും നന്നായിട്ട് റിലാക്സ് ആവുന്ന ടൈം ഏതാണെന്നറിയോ? അല്ലെങ്കിൽ വേണ്ട, പറഞ്ഞു തരണ്ട, കാണിച്ചു തരാം എന്ന് പറഞ്ഞ് സൂരജ് അവളിലേക്ക് ചേക്കേറുകയായിരുന്നു. അവളിലേക്ക് അവൻ പടർന്നു കയറി. രാത്രിയിൽ എപ്പോഴോ ദേവ അവൻ്റെ നെഞ്ചിൽ വിയർത്ത് കിടന്നുറങ്ങി. നേരം വെളുത്തതും ദേവ വേഗം തന്നെ എഴുന്നേറ്റു. ഇന്ന് അവരെല്ലാം വരുന്നത് കൊണ്ട് നേരത്തെ എഴുന്നേക്കണമെന്ന് അമ്മ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേവ സൂരജിനെ നോക്കി. നല്ല ഉറക്കമാണ്. ഇന്നലെ ക്ഷീണം മാറ്റാൻ പോയ ആളാ ഇപ്പോൾ ക്ഷീണിച്ച് കിടക്കുന്നത് കണ്ടില്ലേ? ദേവ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആര് പറഞ്ഞു എനിക്ക് ക്ഷീണമുണ്ടെന്ന്? വേണമെങ്കിൽ ഒരു റൗണ്ട് കൂടി ഞാൻ പോയി കാണിക്കാം, അവൻ പറഞ്ഞു. അയ്യോ വേണ്ട എന്ന് പറഞ്ഞ് ദേവ വേഗം എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടി. അത് കണ്ട് സൂരജ് ചിരിച്ചുകൊണ്ട് പില്ലോ എടുത്ത് കെട്ടിപ്പിടിച്ച് കമന്ന് കിടന്നു. ദേവ ഫ്രഷായി താഴെ വരുമ്പോഴേക്കും അമ്മ കിച്ചണിലുണ്ടായിരുന്നു. അമ്മേ, ആ മോൾ എഴുന്നേറ്റോ? ദാ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇന്നലെ ഒരു 10 മണിയായപ്പോൾ രാത്രി ഇറങ്ങിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തുമായിരിക്കും അല്ലേ? ദേവ ചോദിച്ചു. എത്തും, എന്തായാലും അപ്പോഴേക്കും എല്ലാവരും റെഡിയായിക്കോ. ഇനി എഴുന്നേറ്റില്ല, കുളിച്ചില്ല, പരാതിപ്പെട്ടി അമ്മാമ്മേനെ അറിയാലോ. അതൊന്നും ഓർത്ത് അമ്മ ടെൻഷനാവണ്ട. അവരെന്തായാലും ജോഗിങ്ങിന് പോകാൻ വേണ്ടി എഴുന്നേക്കാറായി, അവരെഴുന്നേറ്റോളും. ദേവ പറഞ്ഞ് തിരിഞ്ഞതും അവൾ കണ്ടു എല്ലാവരും വരുന്നത്. ഇന്നും ജോഗിങ്ങിന് പോകുന്നുണ്ടോ നിങ്ങൾ? അവൾ ചോദിച്ചു. ഇല്ലേ ചേച്ചി, ഇന്നും നീന്താൻ പോകാമെന്ന് വിചാരിക്കുന്നു. പുഴയിൽ പോയി അപ്പോൾ കുളിയുമായി എക്സസൈസുമായി. അല്ല, അവരൊക്കെ വരാറായോ? സാക്ഷി ചോദിച്ചു. 8 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ചേച്ചി, ആദ്യം ചേച്ചി പോയി സൂര്യചേട്ടനെ വിളിച്ചെഴുന്നേപ്പിക്ക്, ആള് നല്ല ഉറക്കാൻ തോന്നുന്നു, സാക്ഷി പറഞ്ഞു. ആണോ? ഞാൻ പോയി വിളിച്ചെഴുന്നേപ്പിക്കാം, നിങ്ങൾ പോവല്ലേ, സൂര്യചേട്ടനെയും കൊണ്ടുപോയിക്കോ. അപ്പോൾ പുഴയിൽ പോയി ആളും കുളിച്ചിട്ട് വരുമല്ലോ, ദേവ പറഞ്ഞുകൊണ്ട് വേഗം പടികൾ ഓടിക്കയറി. അവൾ ചെല്ലുമ്പോൾ സൂരജ് നല്ല ഉറക്കാണ്. ക്ഷീണം മാറ്റിത്തരാമെന്ന് പറഞ്ഞ ആളാ ക്ഷീണം കൊണ്ട് കിടക്കുന്നത് നോക്കി. സൂരജേട്ടാ എഴുന്നേക്ക്, അവരൊക്കെ എത്താറായിട്ടോ, അവൾ പറഞ്ഞു. ഞാൻ എഴുന്നേക്കാം. അയ്യടാ, വേഗം എഴുന്നേക്ക്, ദേ അവരെല്ലാം സൂരജേട്ടന് കാത്ത് താഴെ നിൽക്കാണ്, പുഴയിൽ പോയി കുളിക്കാൻ, അവൾ പറഞ്ഞു. ദേവ, ഞാനിവിടെ കുളിച്ചോളാം, അവരോട് പോയിക്കോളാൻ പറ, സൂരജ് പറഞ്ഞു. എന്നെ നീ കുളിപ്പിച്ച് തരുമോ? അയ്യടാ, കുളിപ്പിക്കാത്തതിൻ്റെ കുറവ് കൂടിയുള്ളൂ, വേഗം എഴുന്നേക്ക് മനുഷ്യ. ദേ ഞാൻ അല്ലെങ്കിൽ ഇപ്പോൾ രോഹിതേട്ടനെ വിളിക്കേ. ഈ പെണ്ണ് രാവിലെ തന്നെ എൻ്റെ മനസ്സമാധാനം കളയാൻ വേണ്ടിയാണോ അവൻ്റെ പേര് പറയുന്നത്? അവൻ ചോദിച്ചുകൊണ്ട് കണ്ണ് തുറന്നു. അടിപൊളി കണി. അവൻ അവളുടെ മുഖം പിടിച്ചു. അവൻ്റെ മുഖത്തോട് അടുപ്പിച്ചതും, സൂരജേട്ടാ വേണ്ട. എന്ത് വേണ്ടാന്ന്? അത് ഒന്ന് മാറ്, ഞാൻ കുളിച്ചതാ, പോയി പല്ല് പോലും തേച്ചിട്ടില്ല ഈ മനുഷ്യൻ. ഞാനൊരു ഉമ്മ തന്നിട്ട് പൊയ്ക്കോളാനേ. സൂരജ്, ഞാൻ അങ്ങോട്ട് വരണോ?
താഴെ നിന്നും രോഹിത്തിൻ്റെ ശബ്ദം കേട്ടതും സൂരജ് പെട്ടെന്ന് തന്നെ അവളെ വിട്ടു. ഇത്രേ ഉണ്ടായുള്ളൂ. ഈ രോഹിതേട്ടനെ ഇത് നേരത്തെ ചെയ്താൽ പോരായിരുന്നോ? അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി എന്ന് പറഞ്ഞ് സൂരജ് അവിടെ നിന്നും എഴുന്നേറ്റു. അവൻ ബ്രഷ് ചെയ്യാനായി ബാത്റൂമിലേക്ക് പോയി. അവൻ ഇറങ്ങി വന്നതും അവൾ അവൻ്റെ കയ്യിലേക്ക് ഒരു ടവലും കൊടുത്തു. വേഗം പോയിട്ട് വാ, അവർ എത്തറായെന്നാ പറയുന്നേ. എന്നാ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് സൂരജ് താഴേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ദേവ ബെഡെല്ലാം നന്നായി കുടഞ്ഞു വിരിച്ചു. അവൾ താഴേക്ക് ചെന്ന് അമ്മയെ സഹായിച്ചു കൊടുത്തു. സൂരജിൻ്റെ അമ്മയും കിച്ചണിലുണ്ടായിരുന്നു. മോളെ, ഇവിടത്തെ കഴിഞ്ഞു. മോള് ചെന്ന് കണ്ണനെ എഴുന്നേപ്പിക്ക്. അവനെ കാണാനാ അമ്മമ്മ വരുന്നത് തന്നെ. അപ്പോൾ അവൻ ഉറക്കത്തിൽ നിന്ന് വരണ്ട, അവനെ ഒന്ന് ഫ്രഷാക്ക് അമ്മ പറഞ്ഞു. ദേവ കണ്ണനെ റെഡിയാക്കി പുറത്തു വന്ന് നിൽക്കുമ്പോഴാണ് പുഴയിലേക്ക് പോയ എല്ലാവരും വരുന്നത് കണ്ടത്. ചേച്ചി, അവർ വന്നോ? സാക്ഷി ചോദിച്ചു. ഇല്ല, എത്താറായിന്ന് പറഞ്ഞു. ഇത് തന്നെയല്ലേ പറഞ്ഞത് കുളിക്കാൻ പോയപ്പോഴും എത്താറായിന്ന്. ഇത്രയും സമയമായിട്ടും എത്താറായില്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും അകത്തേക്ക് കയറിപ്പോയി. കണ്ണനെ രോഹിത് എടുത്തുകൊണ്ടുപോയി. അപ്പോഴാണ് അവൾ സൂരജിനെ കാണുന്നത്. തല തുടയ്ക്കുന്നുണ്ട്. ദേവ, ഈ തലയൊന്ന് തുടച്ചു തരോ? സൂരജ് ചോദിച്ചു. അത് കേട്ട് അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ കയ്യിൽ നിന്ന് ടവൽ വാങ്ങി അവൾ അവൻ്റെ തല തുടച്ചു കൊടുത്തു. തുടച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ സൂരജ് അവളുടെ 2 ഇടുപ്പിലും പിടിച്ചിട്ടുണ്ട്. സൂരജേട്ടാ, ഇത് സ്ഥലം എവിടെയാണെന്ന് നോക്കിയിട്ട് വേണം കേട്ടോ, അവൾ പതിയെ പറഞ്ഞു. അപ്പോഴാണ് മുറ്റത്തേക്ക് വലിയൊരു വണ്ടി വന്ന് നിന്നത്. അതിന് പുറകെ മറ്റ് 2 കാറുകൾ കൂടി വന്ന് നിന്നു. അത് കണ്ടതും ദേവ വേഗം സൂരജിൻ്റെ അടുത്ത് നിന്ന് മാറി. സൂരജും ആ വണ്ടിയിലേക്ക് നോക്കി. ആ വണ്ടിയിൽ നിന്നും ഇറങ്ങുന്ന 2 പേരെ കണ്ട് ദേവ പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. മോളെ എന്ന് പറഞ്ഞ് അമ്മമ്മ അവളെ പിടിച്ചു. അത് ദേവയുടെ അമ്മമ്മയാണെന്ന് സൂരജിന് മനസ്സിലായി. അപ്പോഴാണ് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങുന്ന ഒരു പ്രായമുള്ള ആളെ കാണുന്നത്. ദേവ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതും അദ്ദേഹം അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിക്കുന്നതും സൂരജ് കണ്ടു. ഞങ്ങൾ വന്നപ്പോൾ കണ്ട കാഴ്ച നന്നായിട്ടുണ്ട്, ദേവയെ നോക്കിക്കൊണ്ട് അമ്മാച്ചൻ പറഞ്ഞു. അതുകൊണ്ട് മരുമകനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അമ്മാച്ചൻ സൂരജിൻ്റെ അടുത്തേക്ക് വന്നു. ഹായ്, അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, വലിച്ചു നീട്ടണമൊന്നുമില്ല. ഈ വന്ന ആൾക്കാർ ഈ കഥയിൽ അത്യാവശ്യം നല്ല കഥാപാത്രങ്ങളാണ്. അത് വരും ദിവസങ്ങളിൽ കാണാം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ഓൾ.